ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ വർഷത്തെ ശിവരാത്രി ഫെബ്രുവരി 26, 2025 മഹാശിവരാത്രിയായിട്ട് നാമെല്ലാം ആഘോഷിക്കുകയാണ്. ഇപ്പോൾ ശിവരാത്രി ദിവസം അറിയേണ്ട കാര്യങ്ങളെല്ലാം വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്തവരും അറിയേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ശിവരാത്രി പൂജ എപ്പോൾ ക്ഷേത്രത്തിൽ പോയി തൊഴണം, ശിവരാത്രിക്ക് ഏതേത് വഴിപാടുകൾ ചെയ്താൽ ഏതേത് ഫലങ്ങൾ ലഭിക്കും, ശിവരാത്രി ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങൾ എന്ന് വേണ്ട അറിയേണ്ടതെല്ലാം ഞാൻ പറയുകയാണ്. അപ്പോൾ നേരത്തെ തൊട്ട് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തായിരുന്നു, സാറ് ശിവരാത്രിയെക്കുറിച്ച് ഇടുന്നില്ലേ എന്ന്. ഞാൻ എന്നും ഓരോ നിമിഷവും ശ്വാസത്തിൽ ശിവൻ്റെ നാമം സ്മരിക്കുന്ന ആളാണ്, എല്ലാ ദിവസവും. അപ്പം എൻ്റെ വീഡിയോയിൽ തന്നെ മിക്കവാറും എല്ലാ ദിവസങ്ങളും ശിവനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ഓരോ നിമിഷവും ശിവനെ ധ്യാനിക്കുന്ന മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെറുതെ ആകില്ല, എൻ്റെ അത് യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് എന്നേക്കും നല്ല ഒരു അനുഭവമായിരിക്കും. നിങ്ങൾക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും. ഭഗവാൻ നിങ്ങൾക്കെല്ലാം സാധിച്ചു തരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉടനീളം അവസാനം വരെ കാണണം പറയുന്നത്. എല്ലാം ഭഗവാനെക്കുറിച്ച് തന്നെയാണ്, അറിയേണ്ടതെല്ലാമാണ് പറഞ്ഞു തരുന്നത്. അപ്പം വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ ഇടുക. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. ഫ്രീ ആകുന്നവർക്ക് ഞാൻ ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യമേ ഞാൻ പറയും. ഞാൻ ഈ പറയുന്ന വീഡിയോ പറയുന്നുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാമല്ലോ, ചെയ്യാതിരിക്കാം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കുക എന്നല്ലേ പറയുന്നതാണ്. ഞാനൊരു ശിവയോഗിയാണ്. ഓരോ ശ്വാസത്തിലും ഭഗവാനെ ധ്യാനിക്കുന്ന, ഭഗവാനെ സ്മരിക്കുന്ന ഒരു ശിവയോഗിയാണ്. എനിക്ക് ഭഗവാനല്ലാതെ വേറൊന്നുമില്ല. അകവും പുറവും എല്ലാം ഭഗവാന്റെ ചിന്തയേ ഉള്ളൂ. അത് എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പം ഭഗവാനെ കുറിച്ചാണ് ഞാൻ പറയുന്നതല്ല. ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവവിദ്യ ചെയ്യുന്നു, ശിവനെ അകവും പുറവും ധ്യാനിക്കുന്നു. അപ്പോൾ ആ ഭഗവാനെക്കുറിച്ചാണിന്ന് പറയുന്നതല്ല. ശിവരാത്രി 2025 ശിവരാത്രി നിങ്ങൾ അറിയേണ്ടത്, ചെയ്യേണ്ടതെല്ലാം പറഞ്ഞുതരാം. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. കാരണം ഈ നല്ല നല്ല കാര്യങ്ങൾ പലരും അറിയാറില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും, ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ പുറകെ എല്ലാവരും പോകും. നല്ല നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകളിലേക്ക് എത്താറില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ അതിൻ്റെ നമുക്ക് കാണാനുമുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ അറിഞ്ഞാൽ ആളുകൾ ഒരിക്കലും തെറ്റുകളിലേക്ക് പോകത്തില്ല. അപ്പോൾ ഭഗവാനെക്കുറിച്ച് എല്ലാവരും അറിയട്ടെ. നിങ്ങൾക്ക് കണ്ടിട്ട് നല്ലതെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയുന്ന കാര്യം സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് പറയുന്നു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നല്ലതെങ്കിൽ ഷെയർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള, ആത്മീയ പ്രാധാന്യമുള്ള ഒരു മഹാ ഉത്സവം തന്നെയാണ് മഹാശിവരാത്രി. ഇപ്പം ശിവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധബോധമാണ്, നിഷ്കളങ്കതയാണ് ശിവൻ. ഉള്ളിലെ ശുദ്ധബോധമാണ് ശിവൻ. അതറിയുന്നവർ ശിവനെ അറിഞ്ഞു. ശിവൻ എവിടെ ഇരിക്കുന്നോ അതാണ് കൈലാസം. നിങ്ങളുടെ ഹൃദയത്തിൽ ശിവൻ ഉണ്ടെങ്കിൽ അത് അവിടെയാണ് പരിപൂർണത. നിങ്ങളുടെ ഹൃദയത്തിൽ ശിവൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ നിഷ്കളങ്കത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശുദ്ധഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ അറിഞ്ഞു. ഭഗവാനെ അറിയണമെങ്കിൽ ഒരു നിമിഷം മതി. ചിലപ്പോൾ 1000 യുഗങ്ങളെടുത്താലും ഭഗവാനെ അറിയാൻ പറ്റത്തില്ല. നിഷ്കളങ്കമായിട്ട് മനഃശുദ്ധിയോടെ ഓം നമഃ ശിവായ അല്ലെ ഭഗവാനെ ശിവനെ
അല്ലെങ്കിൽ ശിവശിവ ജപിച്ചാൽ പോലും ഭഗവാനെ അറിയാൻ പറ്റും. ഇനി ശിവരാത്രി ദിവസം നമ്മൾ ധ്യാനം, ജപം, വ്രതം ഇതെല്ലാം എടുക്കാറുണ്ട്. അപ്പോൾ വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കാത്തവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ശിവൻ്റെയും ശക്തിയുടെയും അനുഗ്രഹം ഉണ്ടാകുന്ന ദിവസമാണ് ശിവരാത്രി. ശക്തിയുടെയും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും, ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ശിവരാത്രി ദിവസം ഫെബ്രുവരി 26, 2025 മഹാശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ശിവരാത്രി ദിവസം രാവിലെ കഴിയുന്നതും രാവിലെ പുലർക്കാലം എഴുന്നേൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂര്യാസ്തമനത്തിന് മുമ്പ് ഒരു 5:30 ആകുമ്പോൾ എഴുന്നേൽക്കുവാണെങ്കിൽ നല്ലതാണ്. എഴുന്നേറ്റ് ശിവരാത്രിയുടെ അന്ന് അതിവെളുപ്പിനെ എഴുന്നേറ്റ് വെള്ള വസ്ത്രം ധരിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സാധാരണയായി ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചെയ്ത ശേഷമേ ക്ഷേത്രത്തിലേക്ക് പോകാവുള്ളൂ. അത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം കേട്ടോ. വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ കാണും, അതൊക്കെ ചൊല്ലിയിട്ട് ക്ഷേത്രത്തിൽ പോകാവുള്ളൂ. അതൊക്കെ പെട്ടെന്ന് ചൊല്ലി തീർക്കുക. അപ്പോൾ 3 തവണ ചെല്ലുന്ന മന്ത്രം 1 തവണ ആക്കുക. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. അങ്ങനെ പ്രായോഗികമായിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പോകണം. ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നിങ്ങൾ ശിവരാത്രി ദിവസം ശ്രദ്ധിച്ച് കേട്ടോണം. ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങൾ ഭഗവാനെ നിങ്ങൾക്ക് ശിവമന്ത്രങ്ങൾ ഏത് വേണമെങ്കിലും ജപിക്കാം. ഓം നമഃ ശിവായ ജപിക്കാം, അല്ലെ ശിവൻ്റെ ഏത് മന്ത്രവും ജപിക്കാം, ശിവസ്തുതികൾ ജപിക്കാം. അതോടൊപ്പം ഞാനീ പറയുന്ന ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചുകൊള്ളുക. ഓരോ നിമിഷവും ശിവനെ ധ്യാനിക്കുന്ന മനസ്സുകൊണ്ടാണ് പറയുന്നത്, അത് വെറുതെ ആകത്തില്ല. ശിവശിവ ശിവശിവ ഇത് എപ്പോഴും വാ കൊണ്ട് ജപിച്ചുകൊള്ളുക. നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ശിവരാത്രി ദിവസം സാധിക്കുമ്പോഴൊക്കെ ജപിച്ചുകൊള്ളുക. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ജപിക്കുക, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ജോലിക്കടയിലും ജപിക്കരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ, വലിയ ഒച്ചത്തിലൊന്നും വേണ്ട, ശിവശിവ ശിവശിവ ഇത് ജപിക്കുമ്പോൾ ഒരു ചിന്തയില്ലാതെ ജപിക്കണം. ഇത് ജപിച്ചോളുക, നിങ്ങൾ ഭഗവാനെ അറിയും. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഇനി ശിവരാത്രി ദിവസം രാവിലെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ ശിവഭഗവാനെ തൊഴുന്നതിന് മുമ്പേ നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നുകൊണ്ട് നാഗരാജാവിനെ ഒന്ന് തൊഴണം. നാഗരാജാവിനെ പ്രതിഷ്ഠയുടെ അടുത്തോട്ട് പോകണമെന്നില്ല. നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നുകൊണ്ട് ക്ഷേത്രത്തിൽ കയറിയാലുടൻ ആദ്യം നന്ദി ഭഗവാനെ ഒന്ന് തൊഴുക. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ സ്മരിച്ചാൽ മതി. നന്ദി ഭഗവാനെ ഒന്ന് സ്മരിക്കുക, നാഗരാജാവിനെ ഒന്ന് പ്രണാമം പറയുക, നന്ദി ഭഗവാന് പ്രണാമം പറയുക, നാഗരാജാവിന് പ്രണാമം പറയുക. എന്നിട്ട് നിങ്ങൾ ഭഗവാനെ തൊഴുക. ഈ നാഗരാജ പ്രതിഷ്ഠയുള്ളടത്ത് പോയി ആദ്യമേ തൊഴാനല്ല ഞാൻ പറയുന്നത്. ക്ഷേത്രത്തിൽ കയറിയ ഉടനെ നിങ്ങൾ ആദ്യം ശിവനെ വിളിക്കുന്നതിന് മുമ്പ് നന്ദി ഭഗവാനെ ഒന്ന് വിളിക്കുക, പ്രണാമം പറയുക. മനസ്സുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് സ്മരിച്ചാൽ മതി. അല്ല നന്ദിയുടെ പ്രതിഷ്ഠയുടെ മുന്നേ നിന്നും അല്ല സ്മരിക്കാൻ. അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ല, ഞാനിപ്പോൾ ക്ഷേത്രത്തിൽ കയറിയാലുടൻ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ കയറിയ ഉടനെ അവിടെ നിന്നുകൊണ്ട് നന്ദി ഭഗവാനെ പ്രണാമം പറയുക 3 തവണ, തലയൊന്ന് കുനിച്ച്. നാഗരാജാവിന് പ്രണാമം പറയുക 3 തവണ, തല കുനിച്ച്. മതി, മനസ്സിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് ഭഗവാനെ പോയി കാണണം. അതിനകത്ത് കാര്യമുണ്ട്, മനസ്സിലായല്ലോ. അത് ഞാനൊരു ശിവയോഗിയും കൂടാണ്, അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. അതിനകത്ത് കാര്യമുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് അനുഗ്രഹം കിട്ടും ഭഗവാന്റെ. ഇനിയും നിങ്ങൾ ശിവരാത്രി ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങൾ ഭഗവാനെ കണ്ട് തൊഴുത്, അപ്പം കൈയും കാലും മുഖം ഒന്ന് പൈപ്പിലാണെങ്കിലും കഴുകണം, അല്ലേ കുളത്തിൽ കഴുകണം. കുളത്തിൽ ചിലപ്പം ഞാൻ കൂടുതലും പൈപ്പിൽ കഴുകാൻ പറയുന്നൊരു കാര്യം, കുളമൊക്കെ ചിലപ്പം പടിയൊക്കെ തെന്നി കിടക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് പൈപ്പിൽ എപ്പോഴും കഴുകാൻ പറയുന്നത്. അപ്പം കൈയും കാലും മുഖം നനച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. ആ ശിവക്ഷേത്രം ഏത് പേരിലാണോ അറിയപ്പെടുന്നത് ആ ക്ഷേത്രപ്പേര് ചേർത്ത് ഭഗവാനെ പ്രണാമം പറഞ്ഞ് 3 തവണ തല കുനിക്കുക, വാ കൊണ്ട് ഉച്ചരിക്കണം. ഇപ്പോൾ ചെങ്ങന്നൂർ അമ്പലമാണ് ചെങ്ങന്നൂരപ്പ പ്രണാമം പ്രണാമം പ്രണാമം. ഏറ്റുമാനൂർ അമ്പലമാണെങ്കിൽ ഏറ്റുമാനൂരപ്പ പ്രണാമം 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 3 തവണ പറയുക. തല ഇങ്ങനെ ഒന്ന് നട്ടല് വളയണം, കുനിക്കുക. അപ്പം അതോടൊപ്പം അമ്മ പാർവതി ദേവിയെയും കൂടെ സ്മരിക്കണം. എന്നിട്ട് ആദ്യം പാർവതി ദേവിയെ, അമ്മയെ പാർവതി ദേവി പ്രണാമം 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 എന്ന് പറഞ്ഞിട്ട് ശിവനെ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ദേവിയെ വിളിച്ചിട്ട് ഭഗവാനെ വിളിക്കുമ്പോഴാണ് പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. കാരണം ദേവിയും ഭഗവാനും അവർ രണ്ടുമാണ് ഈ പ്രപഞ്ചം. ശക്തിയും ശിവനും
ശക്തിയില്ലാതെ ശിവനുമില്ല, ശിവനില്ലാതെ ശക്തിയുമില്ല. അതാണ് ഏറ്റവും വലിയ അറിവ് കേട്ടോ. അപ്പോൾ അമ്മ പാർവതീദേവിക്ക് പ്രണാമം പറഞ്ഞിട്ട് പിന്നെ ആ ക്ഷേത്രപ്പേര് ചേർത്ത് ഇപ്പം ശിവഭഗവാനെ പ്രണാമം പറയണം. ഞാൻ പറഞ്ഞല്ലോ ചെങ്ങന്നൂർ അമ്പലമാണ്, ചെങ്ങന്നൂരപ്പ പ്രണാമം. അങ്ങനെ നിങ്ങളുടെ ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രപ്പേര് ചേർത്ത് പ്രണാമം പറഞ്ഞ് നട്ടെല്ല് വളച്ച് തല കുനിച്ച് തൊഴണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്, ഈ നട്ടെല്ല് വളയുന്നതിനകത്തൊക്കെ കാര്യമുണ്ട് കേട്ടോ. അതൊക്കെ ചില വിദ്യകളാണ്. നിങ്ങളതിൽ അതിപ്പോൾ ഇങ്ങനെ ചെയ്യുക, നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് ഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. ഞാനീ പറയുന്ന കാര്യങ്ങൾ വേറെ ആരും പറഞ്ഞു തരത്തില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾക്കിത് മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കുക. അത് കേൾക്കാൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലായി? അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ശിവ എന്ന മന്ത്രം എത്രയും ജപിക്കാവോ അത്രയും നിങ്ങൾ കൊണ്ട് ഉച്ചരിക്കുക. നിങ്ങൾക്ക് ഓം നമഃ ശിവായ ജപിക്കാം, മറ്റു മന്ത്രങ്ങളും ഒക്കെ ജപിക്കാം, ശിവസ്തുതികൾ ജപിക്കുക, എല്ലാം ജപിക്കാം. അതൊക്കെ ജപിക്കുക. അതിനോടൊപ്പം ശിവ എത്ര ജപിക്കാവുന്നോ അത്രയും ജപിക്കുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഈ രാവിലെ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാന് ചെയ്യേണ്ട ചില വഴിപാടുകളിലൂടെ ഞാൻ പറയാം. അത് രാവിലെ വൈകിട്ടോ ചെയ്യാവുന്നത് അതിൻ്റെ എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്ന പോലെ. വൈകിട്ട് ചെയ്യാവുന്നത് വൈകിട്ട് ചെയ്യുക, രാവിലെ ചെയ്യാൻ പറ്റുന്നത് രാവിലെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ശിവനെ ദർശനം ചെയ്തു കഴിഞ്ഞ് വീണ്ടും സർപ്പത്തിൻ്റെ അവിടെ ചെന്ന് നാഗരാജാവിനെ വന്ദിക്കണം. നാഗരാജാവിന് അവിടെ നെയ്വിളക്ക് തെളിയിക്കാമെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക. രാവിലത്തെ കാര്യമാണ് പറയുന്നത്. രാവിലെ മാത്രം ചെയ്യുക. നെയ്വിളക്ക് തെളിയിക്കാമെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക, അല്ലെ കർപ്പൂരം കത്തിക്കുക, അല്ലെ ഒരു പിടിപ്പണം സമർപ്പിക്കുക, അല്ലെ 1 രൂപയെങ്കിലും ദക്ഷിണ സമർപ്പിക്കുക, അല്ലെ കയ്യിലുള്ള പോലെ ദക്ഷിണ സമർപ്പിക്കുക. ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യണം കേട്ടോ. രാവിലെ ശിവരാത്രി അന്ന് രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം പറയുന്നത്. ശിവനെ തൊഴുത ശേഷം അപ്പം നമ്മൾ ആദ്യം ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ നന്ദിയെയും നാഗരാജാവിനെയും സ്മരിക്കണം. അത് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ആ പടിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഭഗവാൻ ശിവനെ തൊഴുത് കഴിഞ്ഞ് എല്ലാ നാഗപ്രതിഷ്ഠയും എല്ലാ ഉപപ്രതിഷ്ഠയും ഉള്ളിടത്തൊക്കെ നിങ്ങൾ പോയി വണങ്ങി അവിടെ എല്ലാം ഒരു കുറച്ച് എണ്ണ മേടിച്ച് എല്ലായിടത്തും ഒഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേക അനുഗ്രഹം കിട്ടും കേട്ടോ. അതൊക്കെ ചെയ്യണം. അപ്പം ഇനിയും ശിവക്ഷേത്രത്തിൽ ചെയ്യാവുന്ന വഴിപാടുകളും അതിൻ്റെ വിശിഷ്ട ഫലങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഈ വഴിപാടുകൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ശിവരാത്രിക്ക് തലേദിവസം തൊട്ടേ വ്രതം എടുത്തു തുടങ്ങുന്നത് നല്ലതാണ്. വ്രതം എടുക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനി എടുക്കാത്തവർക്ക് വേണ്ടിയുള്ള കാര്യം അത് കഴിഞ്ഞ് പറയാം. അപ്പോൾ ശിവരാത്രിക്ക് തലേദിവസം മുതലേ വ്രതം എടുക്കുന്നത് നല്ലതാണ്. ഒരിക്കലെടുക്കുന്നവരുണ്ട്, ഉപവാസം എടുക്കുന്നവരുണ്ട്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം. നമ്മളുടെ അസുഖമൊക്കെ ഉള്ളവർ ഒരു വ്രതം എടുക്കണ്ട, ശിവ എന്ന് ജപിച്ചാൽ മാത്രം മതി. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ മരുന്ന് കഴിക്കുന്നവർ, അസുഖമുള്ളവർ, ശരീരത്തിന് വയ്യാത്തവർ, ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ ശിവ എന്ന് മാത്രം ജപിച്ചാൽ മതി. ഭഗവാൻ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ജപിച്ചാലും നിങ്ങൾക്ക് ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു. ഞാൻ പറയുന്നത് വെറുതെ ആകത്തില്ല. കാരണം ഓരോ ശ്വാസത്തിലും ശിവനാമം, എപ്പോഴും ശിവനെ ജപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് എനിക്ക് ശിവരാത്രി എന്നല്ല, എന്നും ആ ശിവഭഗവാന്റെ നാമം ജപിക്കുന്നതാണ്. എന്നും ശിവനെ ഓരോ നിമിഷവും ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. എൻ്റെ വീഡിയോ മുഴുവൻ ശിവനെക്കുറിച്ചാണ് പറയുന്നത് കൂടുതൽ. അപ്പോൾ അത് വെറുതെ ആകത്തില്ല ഞാനീ പറയുന്ന കാര്യം. ഇപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും വയ്യാത്തവർ വ്രതമൊന്നും എടുക്കണ്ട, ആരോഗ്യസ്ഥിതി അനുകൂലം ഇല്ലാത്തവർ വ്രതം എടുക്കണ്ട, മരുന്ന് കഴിക്കുന്നവർ വ്രതം എടുക്കണ്ട. നിങ്ങളുടെ ശരീരത്തെ ക്ലേശിപ്പിച്ച് നിങ്ങളൊന്നും ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. നിങ്ങൾ മനസ്സുകൊണ്ട് ഭഗവാനോട് ചേർന്നിരിക്കണം. നിങ്ങളുടെ പ്രവൃത്തി ശുദ്ധമായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ ദുഷിക്കാതിരിക്കുക, മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക, ദുഷ്ടചിന്താഗതികൾ ഉണ്ടാകാതിരിക്കുക, മറ്റുള്ളവരെ ദോഷം ചെയ്യാതിരിക്കുക. മനസ്സ് ശുദ്ധമാകുക, മനസ്സുകൊണ്ട് ഭഗവാനോട് ചേർന്നിരിക്കുക. അത്രയുമാണ് ചെയ്യേണ്ടത്. അവിടെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് വ്രതം എടുക്കാൻ പറ്റുന്നവർ, ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ വ്രതം എടുക്കാം. ഉപവാസം എടുക്കാൻ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ഉപവാസം എടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഇനിയും ആരോഗ്യസ്ഥിതി അനുകൂലം ഇല്ലാത്തവർ വ്രതമൊന്നും എടുക്കേണ്ട, വീട്ടിൽ ഇരുന്നുകൊണ്ട് ശിവ ജപിച്ചാൽ മാത്രം മതി. ഞാൻ ഉറപ്പായും പറയുന്നു, ഭഗവാൻ നിങ്ങൾക്കെല്ലാം തരും. എല്ലാം, എവരിത്തിങ്. അപ്പോൾ ഇനി വ്രതം എടുക്കുന്നവരാണെങ്കിൽ തലേദിവസം ഒരിക്കലെടുക്കുന്നവർക്ക് ഒരിക്കലെടുക്കുക, അല്ലെങ്കിൽ ഉപവാസം എടുക്കുന്നവർക്ക് ഉപവാസം എടുക്കുക. അതൊക്കെ അവനവൻ്റെ ആരോഗ്യസ്ഥിതി പോലെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ അതിൻ്റെ അകത്തൊരു അഭിപ്രായം പറയത്തില്ല. അവനവന് പറ്റുന്നവർ ചെയ്യുക, പറ്റാത്തവർ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ വ്രതം എടുക്കുന്നവർ ഇപ്പോൾ ഒരിക്കലെടുക്കുന്നവരാണെങ്കിൽ രാവിലെ
ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുക. ഉച്ചയ്ക്ക് വെള്ളം കുടിക്കുക. ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കുക, വെള്ളമൊക്കെ കുടിക്കുക. വൈകുന്നപാട് അരി ചേരാത്ത ആഹാരം, ചപ്പാത്തി ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുക, വെള്ളം കുടിക്കുക. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരി ഉപയോഗിക്കുക. രാവിലെയും വൈകിട്ടും അരി ചേരാത്ത ആഹാരം, ചപ്പാത്തിയോ ഫ്രൂട്ട്സോ വെള്ളമൊക്കെ ഉപയോഗിക്കുക. തലേദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. ശിവരാത്രിയുടെ ഒന്നും ഇതുപോലെ ഒരിക്കലെടുക്കുന്നവർക്ക് ഇതുപോലെ തന്നെ ഒരിക്കലെടുക്കുക. പിന്നെ ഫെബ്രുവരി 27 രാവിലെ 6:54 8:55 ഇടയിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഇനിയും ഫെബ്രുവരി 26 രാത്രി, അതായത് ഫെബ്രുവരി 26 രാത്രി 12:14 1:04 ഇടയിൽ, അതായത് 12 മണി കഴിഞ്ഞ് ശിവരാത്രിയുടെ അന്ന് വൈകിട്ട് ശിവരാത്രി പൂജ ക്ഷേത്രത്തിൽ നടക്കും. അത് പറ്റുന്നവർ കണ്ടു തൊഴുക. അതായത് അന്ന് രാത്രി, അതായത് പിറ്റേ ദിവസം വെളുപ്പിനായിട്ട് വരും. 12 മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെളുപ്പിനായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ശിവരാത്രിയുടെ അന്ന് രാത്രി, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, ശിവരാത്രിയുടെ അന്ന് രാത്രി 12 മണിക്ക് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി പൂജയുണ്ട്. അത് സാധിക്കുന്നവർ കണ്ടു തൊഴുക. മഹാപുണ്യമാണ്. സാധിക്കുന്നവർ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രായമുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യസ്ഥിതി അനുകൂലമല്ല, നിങ്ങൾക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ എവിടെ ഇരുന്നാലും എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ സന്ധ്യയ്ക്ക് ശിവശിവ ജപിച്ചാൽ മതി. അന്നേ ദിവസം പറ്റുമ്പോഴൊക്കെ ശിവശിവ ജപിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല, ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകും. പോകാൻ പറ്റുന്നവരെ, സാഹചര്യമുള്ളവരെ, ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ അവർ പോകുക തന്നെ വേണം. 12 മണിക്ക് ശിവരാത്രി പൂജ, ശിവരാത്രിയുടെ അന്ന് രാത്രി 12 മണിക്കത്തെ ശിവരാത്രി പൂജ കണ്ടു തൊഴണം കേട്ടോ. അപ്പം മനസ്സിലായല്ലോ. പിറ്റേ ദിവസം രാവിലെ 6:54 8:55 ഇടയ്ക്ക് തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. വ്രതം എടുക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അരി ആഹാരം പാടില്ല. ഒരിക്കലും ഒക്കെ എടുക്കുന്നവർ ഉപവാസം എടുക്കണമെന്നും എടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഹാരമൊക്കെ കഴിക്കാതിരുന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്യുക. ഒരിക്കലെടുക്കുന്നവർ അതും അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ എടുത്താൽ മതി, അല്ലാത്തവർ എടുക്കണ്ട. ഇനി എടുക്കുന്നവർ, ഒരിക്കലൊക്കെ എടുക്കുന്നവർ എന്താണ്, അരിയാഹാരം പാടില്ല, ഉച്ചയുറക്കം പാടില്ല, പിന്നെ അതുപോലെ മനഃശുദ്ധി, എപ്പോഴും മനസ്സ് ശുദ്ധമായിരിക്കണം, ആരെയും കുറ്റം പറയാൻ പാടില്ല, ശിവമന്ത്രങ്ങൾ ജപിക്കുക, ശിവസ്തുതികൾ ജപിക്കുക, ലിംഗാഷ്ടകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജപിക്കുക. ലിംഗാഷ്ടകം ഇത് ഞാൻ പണ്ട് ശിവരാത്രി ദിവസം ജപിച്ചിട്ടുള്ളതാണ്. ഞാൻ ശിവനിലേക്കൊക്കെ ഇത്രയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ ഒരു കാരണം ചിലപ്പോൾ അതായിരിക്കാം, എനിക്കറിയില്ല. അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ആത്മാവിലുള്ള ശിവബോധമായിരിക്കാം. എന്തായാലും ലിംഗാഷ്ടകം ഞാൻ ജപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉണ്ടേ ജപിക്കുക, ഇല്ലേലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ശിവശിവ എന്ന 2 അക്ഷരം ജപിച്ചാൽ എല്ലാമായി. ശിവശിവ എങ്കിലർ തീവണയാളർ, ശിവശിവ എൻറിട തീവണയുമാലും, ശിവശിവ എൻറിട തേവരുമാവർ, ശിവശിവ എന്ന ശിവഗതി താനേ. ശിവശിവ എന്ന 2 അക്ഷരം ഉരുവിട്ടാൽ മാത്രം മുൻജന്മ പാപങ്ങൾ തീരും. ശിവശിവ എന്ന 2 അക്ഷരം ഉരുവിട്ടാൽ മാത്രം ഈ ജന്മത്തിലെയും പാപങ്ങൾ തീരും. പാപം ചെയ്യാൻ അവസരം ഉണ്ടാകത്തില്ല. ശിവശിവ എന്ന് ഉരുവിട്ടാൽ തന്നെ അവൻ ദേവനാകും, ഈശ്വരനാകും. ശിവശിവ എന്ന് പറഞ്ഞാൽ ശിവഗതി ഉണ്ടാകും. ഈ 2 അക്ഷരം മാത്രം ജപിച്ചാൽ പോലും എല്ലാം ഞാൻ അത്ഭുതകരമായ കാര്യം പറഞ്ഞു തരുന്നത് കേട്ടോ. ശിവശിവ എന്ന് ജപിച്ചാൽ മതി. പിന്നെ ഓം നമഃ ശിവായ ജപിക്കാം, മറ്റു മന്ത്രങ്ങളൊക്കെ ജപിക്കാം, അതൊക്കെ ജപിക്കാം. അതിൻ്റെ കൂടെ ശിവശിവ എന്ന് പരമാവധി കൂടുതൽ ജപിക്കുക. തലേ ദിവസം മുതൽ, ശിവരാത്രിയുടെ തലേ ദിവസം, ശിവരാത്രിയുടെ അന്ന്, ശിവരാത്രി കഴിഞ്ഞ അടുത്ത ദിവസം, ഈ 3 ദിവസങ്ങളിൽ കഴിയുമ്പോഴൊക്കെ ശിവശിവ ജപിക്കുക. വാഗൊണ്ട് നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ കേട്ടോ. അതിനോളം വലിയൊരു കാര്യമില്ല. ഇത്രയും വിശദമായിട്ട് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോഴേ നമ്മൾ വ്രതം എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിവതും ഉച്ചയുറക്കം പാടില്ല. ശിവരാത്രിയുടെ തലേന്നും ശിവരാത്രിയുടെ അന്നും ഉച്ചയുറക്കം പാടില്ല. പിന്നെ ശിവരാത്രി കഴിഞ്ഞ ദിവസവും അടുത്ത ദിവസവും അത് പാലിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലേ വ്രതം വീടിക്കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല. വ്രതം നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അന്നൂടെ നമ്മളൊരു വ്രതം പോലെ ഒരു ഉച്ചയുറക്കമൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് സൗകര്യം പോലെ ചെയ്താൽ മതി. അപ്പം ഉച്ചയുറക്കം പാടില്ല. മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല, മറ്റുള്ളവരെ ദുഷിക്കാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. മറ്റുള്ളവരെ കളിയാക്കാൻ പാടില്ല, അഹംഭാവം പാടില്ല, അഹങ്കാരം പാടില്ല, ഞാൻ സ്വയം നമ്മൾ പൊങ്ങച്ചം പറയാൻ പാടില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലെ ആ നന്മ പോകും. അതാണ് കേട്ടോ. അപ്പം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഈശ്വരബോധം ഇല്ല എന്നുള്ളതാണ് ഇതിനർത്ഥം. അല്ലെങ്കിൽ ഈശ്വരനെ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരിക്കലും മറ്റുള്ളവരെ ദുഷിക്കരുത്, മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചിന്തിക്കരുത്.
അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്രതം എടുത്താലും എടുത്തില്ലേലും കേട്ടോ. കഴിവതും കുറ്റം പറയാതിരിക്കുക ആരെക്കുറിച്ചും. ഭഗവാൻ മാത്രം മനസ്സിൽ കാണുക. ഇപ്പം വ്രതം എടുക്കാത്തവരും ശിവശിവ എന്ന് ജപിക്കുക. അവരും ഞാനീ പറഞ്ഞ കാര്യം കഴിവതും ആരെയും ദൂഷിക്കാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക, ശിവശിവ എന്ന് എപ്പോഴും ജപിക്കുക. വീട്ടിൽ ഇരുന്ന് ജപിച്ചാലും മതി. വ്രതം എടുക്കാത്തവർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും. ഒരു കുഴപ്പമില്ല കേട്ടോ. ഏറ്റവും വലിയ കാര്യമാണ് പറയുന്നത്. ഇനി ശിവരാത്രി ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം, രാവിലെയും വൈകിട്ടും ചെയ്യേണ്ട വഴിപാടുകൾ, പ്രത്യേക വഴിപാടുകളെക്കുറിച്ച് പറഞ്ഞുതരാം. അതായത് ഭഗവാന് തുമ്പപ്പൂ കിട്ടുവാണെങ്കിൽ ശിവരാത്രിയുടെ അന്ന് വൈകുന്നപാട് ഭഗവാന് തുമ്പപ്പൂ സമർപ്പിച്ചാൽ അതിനോളം പുണ്യം വേറെയില്ല. ഇലയില്ലാതെ സമർപ്പിക്കണം കേട്ടോ. ഭഗവാന് അതിനോളം നിങ്ങൾ പറയുന്ന എന്ത് കാര്യം സാധിച്ചു തരും. എനിക്ക് ഒരുപാട് നാൾ തുമ്പപ്പൂ വെക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മാല കെട്ടുന്നവർ എനിക്ക് വേണ്ടി തുമ്പപ്പൂ കൊണ്ടുവരുമായിരുന്നു കുറേ നാൾ അടുപ്പിച്ച്. അപ്പോൾ തുമ്പപ്പൂ ഇലയില്ലാതെ വെക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഭഗവാന്റെ നടയിൽ വെക്കുക. ഒരു ഇലയിൽ വെച്ചാലും മതി. ഒരു ഇലയിൽ അല്പം തുമ്പപ്പൂ, ഇല ഈ ഒരു 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 വാഴയില കീറിയിട്ട് അതിൽ തുമ്പപ്പൂ വെക്കണം. തുമ്പപ്പൂ ഇലയോടുകൂടി തുമ്പപ്പൂവേ ഇല പാടില്ല, വെള്ള തുമ്പപ്പൂ മാത്രം. അതൊരു ചെറിയ ഇലയിൽ വെച്ച് വെക്കണം കേട്ടോ. അത് ഏറ്റവും പുണ്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഭഗവാൻ നടത്തി തരും. പിന്നെ നെയ്യ് ഭഗവാന് സമർപ്പിച്ച ആ സമ്പത്ത്, സമ്പത്ത് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സമ്പത്ത് തരും. ഇത് ശിവരാത്രിയുടെ അന്ന് വൈകുന്നപാട് ചെയ്യേണ്ട കാര്യം പറയണം. ഇനി രാവിലെ ചെയ്യേണ്ട കാര്യം പറയാം. ജലധാര, മൃത്യുഞ്ജയാർച്ചന, ഐക്യമത്യാർച്ചന ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഐക്യമത്യാർച്ചന ആരൊക്കെ തമ്മിലാണ് ഐക്യമാകേണ്ടത് അവിടെ എല്ലാം പേര് ചെയ്യുക. ജലധാരയും മൃത്യുഞ്ജയാർച്ചനയും ആവശ്യമുള്ളവർ പേര് ചെയ്യുക. സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. കഷ്ടനഷ്ടങ്ങൾ മാറും, കഷ്ടപ്പാടുകൾ മാറും, കുടുംബ ഐക്യം ഉണ്ടാകും, കുടുംബ ഐശ്വര്യം ഉണ്ടാകും. ചന്ദനം കൊണ്ട് ഭഗവാന് മുഖച്ചാർത്ത് ചെയ്യുക. അത് തലേദിവസമൊക്കെ ബുക്ക് ചെയ്യണം, എന്നാലേ അവർ രാവിലെ ശരിയാക്കത്തുള്ളൂ. കാരണം അന്നേ ദിവസം പൊതുവെ തിരക്കുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ തലേദിവസം അതൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയാൽ പറ്റത്തുള്ളൂ. ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് സർവ്വ ക്ലേശങ്ങളും ദുരിതങ്ങളും എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും മാറിക്കിട്ടും. കൂവളത്തില കൊണ്ട് അർച്ചന, എല്ലാ തടസ്സങ്ങളും മാറും, മുൻജന്മ കർമ്മദോഷങ്ങളും മാറും. ഇനി ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല, നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇത് ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നത്, അപ്പോൾ അവർക്കൊക്കെ പല പല കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും കാര്യം ഒരുമിച്ച് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യുക, എല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല ഈ പറയുന്നത് കേട്ടോ. പിന്നെ സഹസ്രനാമാർച്ചന, കുടുംബസുഖം, കുടുംബ ഐശ്വര്യം, കുടുംബദോഷം മാറും. രുദ്രസൂക്താർച്ചന, തൊഴിൽ വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ ഉമാമഹേശ്വര പൂജ, അല്ലെ ഉമാമഹേശ്വര പൂജയോ ഉമാമഹേശ്വര അർച്ചനയോ കുടുംബ ഐക്യം, ദാമ്പത്യ ഐക്യം ഒക്കെ ഉണ്ടാകും. അഘോര മന്ത്രാർച്ചനയും ഭസ്മവും കൂടെ വെക്കുക. അഘോര മന്ത്രാർച്ചനയ്ക്ക് രസീത് എടുത്താതെ ഭസ്മവും കൂടെ വെക്കുക. ശത്രുദോഷം, തൊഴിൽ തടസ്സം, ദൃഷ്ടിദോഷം, സർവ്വവിധ ക്ലേശങ്ങൾ, എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും ഇല്ലാതാകും എന്നുള്ളതാണ്. വെള്ളനിവേദ്യം സമ്പത്ത് നൽകും. വെള്ളനിവേദ്യം സമ്പത്ത് നൽകും. ഈ വെള്ളനിവേദ്യം രാവിലെയോ വൈകിട്ടോ ചെയ്യുക. ഈ അഘോര മന്ത്രാർച്ചനയും ഭസ്മവും രാവിലെ ചെയ്യുന്നതാണ്. ഉമാമഹേശ്വര പൂജ അല്ലെ അർച്ചന രാവിലെയോ വൈകിട്ടോ ചെയ്യുക. രുദ്രസൂക്താർച്ചനയും രാവിലെയോ വൈകിട്ടോ ചെയ്യുക. സഹസ്രനാമ അർച്ചന രാവിലെയോ വൈകിട്ടോ ചെയ്യുക. കൂവളത്തിലെ അർച്ചന രാവിലെയും വൈകിട്ടും ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അല്ലെ രാവിലെയോ വൈകിട്ടോ ചെയ്യാം. വൈകിട്ട് ചെയ്യുന്ന കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് രാവിലെ തന്നെ ചെയ്യണം. ജലധാര, ഐക്യമത്യാർച്ചന, മൃത്യുഞ്ജയാർച്ചന രാവിലെ തന്നെ ചെയ്യണം കേട്ടോ. ഒന്നുകൂടെ ക്ലിയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പം അന്നേ ദിവസം നിങ്ങൾ നെയ്വിളക്ക് കയ്യിൽ പിടിച്ച് ഓം ത്രയംബകം യജാമഹേ സുഗന്ധിയും പുഷ്ടിവർദ്ധനം ഉർവാരുഗമിവ ബന്ധനാത് മൃത്യൂർ മുക്ഷീയ മാമമൃതാത്, ഈ ത്രയംബക മന്ത്രം ജപിച്ച് നെയ്വിളക്ക് ഭഗവാന് നടക്കി വെച്ചാൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളുണ്ടാകും, വലിയ ഐശ്വര്യങ്ങളുണ്ടാകും. ഭഗവാൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും, എല്ലാ തടസ്സങ്ങളെ മാറ്റും. അത്ഭുതകരമായ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ശിവശിവ ജപിച്ച് നിങ്ങൾ ഭസ്മം വയ്ക്കുക. പൂവളത്തുമാലയും ഭസ്മവും കൂടെ ചേർത്ത് ശിവശിവ ജപിച്ച് വെക്കുക. നിങ്ങൾക്ക് ഭഗവാന്റെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ ഈ ശിവരാത്രിയുടെ തലേദിവസം നിങ്ങൾ വസ്ത്രം ദാനം ചെയ്യുന്നത് നല്ലതാണ്. അർഹരായവർക്ക് അന്നദാനം ചെയ്യുന്നത് നല്ലതാണ്. ശിവരാത്രിയുടെ തലേദിവസം കേട്ടോ, അതിൻ്റെ അകത്ത് കാര്യമാണ്. പറ്റുന്നവർ ചെയ്യുക. അന്നദാനമോ വസ്ത്രദാനമോ ഒക്കെ അർഹരായവർക്ക്. നമ്മളെ ആരും പറ്റിച്ചുകൊണ്ടോ ചൂഷണം ചെയ്തുകൊണ്ടോ പോകരുത് കേട്ടോ. അർഹരായവർക്ക് എന്ത് ചെയ്യാവുള്ളൂ. ഇനി ശിവരാത്രിയുടെ അന്ന് രാവിലെ കദളിപ്പഴം ഭഗവാന് സമർപ്പിച്ചാൽ
വിദ്യ, കദളിപ്പഴവും ഒരു സാധാരണ അർച്ചനയും കൂടെ സമർപ്പിച്ചാൽ, 2 പഴുത്ത കദളിപ്പഴവും, നന്നായിട്ട് പഴുത്തതായിരിക്കണം, നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം. 2 കദളിപ്പഴവും ഒരു സാധാരണ അർച്ചനയും കൂടെ ഭഗവാനെ സമർപ്പിച്ചാൽ വിദ്യ, നല്ല പഠിത്തം ഒക്കെ കിട്ടും. ഒരു സംശയം വേണ്ട. അവർ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. അത് ചെയ്യുക. പാൽപ്പായസം ഭഗവാന് ശിവരാത്രിയുടെ അന്ന് രാവിലെ സമർപ്പിച്ചാൽ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും. ഭഗവാന് രാവിലെ കരിക്കഭിഷേകം ശിവരാത്രിയുടെ അന്ന് രാവിലെ ചെയ്താൽ പിതൃപ്രീതി ഉണ്ടാകും. സകല കുടുംബദോഷങ്ങളും മാറിക്കിട്ടും. കറുത്ത പശുവിൻ്റെ പാല് കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്താലും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതെല്ലാം തലേദിവസം ഏർപ്പാട്, കരിക്കഭിഷേകമാണെങ്കിലും തലേദിവസം ഏർപ്പാട് ചെയ്യണം കേട്ടോ. അതൊക്കെ തലേദിവസം ചെയ്യുക. ഇനി ശിവരാത്രിയുടെ അന്ന് രാവിലെ, എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമമുണ്ട്. അപ്പം തലേദിവസം പറഞ്ഞ് ഏർപ്പാട് ചെയ്യണം. ശിവരാത്രിയുടെ അന്ന് രാവിലെ ഗണപതി ഹോമത്തിൽ അത് ശിവരാത്രിയുടെ അന്നോ തലേ ദിവസമോ ശിവരാത്രി കഴിഞ്ഞ് വരുന്ന ദിവസമോ ഏതെങ്കിലും ഒരു ദിവസം ചെയ്താൽ മതി. ശിവരാത്രിയുടെ അന്ന് ഭയങ്കര തിരക്കായിരിക്കും. അന്ന് പറ്റുമെങ്കിൽ ശിവരാത്രിയുടെ അന്ന് ചെയ്യുക. അല്ലെ തലേദിവസം ആയാലും കുഴപ്പമില്ല, അല്ലെ അടുത്ത ദിവസം ആണെങ്കിലും കുഴപ്പമില്ല. പറ്റുമെങ്കിൽ ശിവരാത്രിയുടെ അന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഗണപതി ഹോമത്തിൽ നിങ്ങളുടെ നാളും പേരും പറഞ്ഞ പാൽപ്പായസം ഹോമിക്കുക, വളരെ ഐശ്വര്യം ചെയ്യും. ഗണപതി ഹോമത്തിൽ നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് വെള്ള ചോറ്, അതായത് ഹവിസ്, ഗായത്രി മന്ത്രം കൊണ്ട് ഹോമിക്കുക, എല്ലാ ദുരിതങ്ങളും മാറും. അതുപോലെ മുക്കുറ്റി ത്രിമധുരത്തിൽ മുക്കി ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് ഹോമിക്കുക, പെട്ടെന്ന് ഭാഗ്യം ഉണ്ടാകും നിങ്ങളുടെ നാളും പേരും പറഞ്ഞു. ഇതൊക്കെ 36 രൂപ, അല്ലെങ്കിൽ ആ തിരുമേനിമാർക്കറിയാം എത്ര ഒരു ഹോമിക്കണമെന്നുള്ളത്. അവർ പറഞ്ഞാൽ മതി, അവർ ചെയ്തോളും. ഇതൊക്കെ സമയവും സാഹചര്യവും പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ളതാണ്. ഇത് എല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നോ ഒന്നും അല്ല കേട്ടോ അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ശിവരാത്രി ദിവസം നിങ്ങൾ പരമാവധി ശിവ ജപിച്ചോളുക. ശിവരാത്രിയുടെ തലേ ദിവസം, ശിവരാത്രിയുടെ അന്ന്, ശിവരാത്രി കഴിഞ്ഞ് ഒക്കെ ശിവ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ശിവ വാ കൊണ്ട് നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ ഒരു ചിന്തയുമില്ലാതെ നിഷ്കളങ്കമായിട്ട് ജപിക്കുക. നിങ്ങൾക്ക് ഭഗവാൻ എന്ത് സാധിച്ചു തരും. നിങ്ങളുടെ എല്ലാ ആഗ്രഹവും നടക്കും. ഇനി നിങ്ങൾക്ക് ദിവസവും ചെയ്യാം, ശിവ ജപിക്കുക. ഇതിനോളം വലിയൊരു വിദ്യയില്ല, ഇതിനോളം വലിയൊരു അറിവില്ല. ഇത് പരമജ്ഞാനമാണ്. ശിവ. ഇതിനപ്പുറത്ത് യാതൊന്നുമില്ല കേട്ടോ. ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ.